ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ലഗ്നം എന്താണ്, പാദം എന്താണ്, അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. കാരണം നമുക്ക് പല ആൾക്കാരും ചോദിക്കുന്നത്, അയ്യോ പാദം എന്താണ് സാർ, പാദം എന്താണെന്ന്. അപ്പോൾ പാദം എന്താണ്, ലഗ്നം എന്താണെന്ന് നമുക്ക് ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഒരു ബിഗിനേഴ്സ് എന്നുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ 2 ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 2 അല്ല, ഒരു 3 ചാർട്ട് കൊടുത്തേക്കാം. 3 ചാർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. കാരണം പാദം എന്താണെന്നും ലഗ്നം എന്താണെന്നും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ചാർട്ട്, ആദ്യത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്രം പാദം 2 എന്നുള്ള, അതായത് മാർച്ച് 14. ഈ മാർച്ച് 14 എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം നടക്കുന്നു. അപ്പം നോക്കിയേ, ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ലാ എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ചാ എന്ന് എഴുതിയിട്ടുണ്ട്, ഷീ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ലഗ്നം അവിടെ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. ഷീ എന്ന് പറഞ്ഞാൽ സിഗി. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് നോക്കിയാൽ അതേസമയം രാ എന്ന് എഴുതിയിട്ടുണ്ട്, ബൂ എന്ന് എഴുതിയിട്ടുണ്ട്, ചൂ എന്ന് എഴുതിയിട്ടുണ്ട്, സാ എന്ന് എഴുതിയിട്ടുണ്ട്. രാ എന്ന് പറഞ്ഞാൽ രവി, അതായത് സൂര്യൻ. ബൂ എന്ന് പറഞ്ഞാൽ ബുധൻ. ചൂ എന്ന് പറഞ്ഞാൽ ശുക്രൻ. സാ എന്ന് പറഞ്ഞാൽ സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രാഹു. രാഹുവിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കേതു, അതായത് ഷീ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ രാശിയിൽപ്പെട്ട ഈ ഒരു സാളിന് കാല സർപ്പയോഗമുണ്ട്. ഈ ഒരു രാശി ജനിക്കുക, അതായത് ഉത്രം പാദം 2 മാർച്ച് 14 14 മാർച്ച് 2025 7 PM. അതായത് ചന്ദ്രഗ്രഹണം നടക്കുന്ന ഒരു സമയത്തെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്. അപ്പൊ ചന്ദ്രഗ്രഹണം നടക്കുന്നോണ്ട് നമ്മളെ നോക്കിയ ഷീയും, അതായത് ഷീ എന്ന് പറയുന്നത് ഇത് കേതു രാഹു ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് വന്നിട്ട് സൂര്യനെ ചന്ദ്രനെ മറക്കുന്ന നോക്കിയേ ആരാണ്? കേതു. അവിടെ ചന്ദ്രൻ ഇരിക്കുന്നു. ഓപ്പോസിറ്റ് നോക്കിയേ സൂര്യൻ ഇരിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളല്ലോ ഇത് സൂര്യഗ്രഹണം നടക്കാനായിട്ട്. അത് ഈ രാഹുവും കേതുവും 180 ഡിഗ്രി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. അപ്പം അതേമാതിരി രണ്ടാമത് വേറൊരു ചാർട്ട് എടുത്തേക്കുന്നു. അത് നോക്കിയേ, അതിനകത്ത് ചിത്തിര പാദം 3 ചന്ദ്രഗ്രഹണം. അതായത് അതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 മാർച്ച്. മറ്റേ 14 മാർച്ച് ആയിരുന്നു, 17 മാർച്ചാണ്. 17 മാർച്ച് 2025 7 AM രാവിലെ 7 മണിക്ക്. അപ്പം അതായത് ഇന്ന് മാർച്ച് 17 ഇന്ന് രാവിലെ 7 മണിക്ക്. ഇന്ന് എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്? മാർച്ച് 7 മണിക്ക് 2:25 അല്ല 2025 7 AM ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇട്ട് നോക്കിയപ്പം നോക്കിയേ, ആ താഴെ ഷീ എന്ന് പറഞ്ഞ സാധനം അത് മാത്രമേ അവിടെ ഉള്ളൂ. അതേസമയം ചന്ദ്രൻ മാറി കണ്ടോ ഇപ്പുറത്തോട്ട് വന്നേക്കുന്നത് 2 ദിവസം ആയപ്പോഴത്തന്നെ. അപ്പം അത് കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് കഴിഞ്ഞ് നോക്കിയേ, ഇങ്ങനെ മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പിന്നെ ലായും രായും ബൂയും സായും ചൂയും ഉണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ ഇല്ലാത്ത അഡീഷനായിട്ട് ഒരു കാര്യം കൂടെ കയറി വന്നു. ഇവിടുന്ന് ലഗ്നം അവിടെ പോയി കണ്ടോ. അപ്പൊ അവിടെ 5 വന്നു, ലഗ്നം അവിടെ വന്നു, അപ്പം ചിക്കി ഇവിടെ വന്നു. അപ്പൊ ഇതിനും കാളസർപ്പയോഗമുണ്ട്. പറഞ്ഞു മനസ്സിലായി, ഇതിനും കാളസർപ്പയോഗമുണ്ട്. ഈ ഒരു അതായത് ഇതിന്റെ ഇതെന്ന് പറയുന്നത് ചിത്തിര പാദം 3 ഇതിന്റെ. അപ്പം ചന്ദ്രഗ്രഹണം നടന്നു കഴിഞ്ഞിട്ട് 17 തീയതി ഉള്ള ഒരു ഇതാണ്. അപ്പൊ ചന്ദ്രന് കണ്ട ഓരോ ഗ്രഹങ്ങൾ കറക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ ഗ്രഹങ്ങളെ എങ്ങനെയാണ്, എത്രയൊക്കെ കളി. ഇപ്പൊ ഈ 12 കളികളാണല്ലോ ഇതിനകത്തുള്ളത്. ഈ 12 കളികളിൽ അപ്പം ഓരോ കളിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കി ചന്ദ്രനെ ഒരു കളിയിൽ ഇങ്ങനെ മാറി പോകുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ നിന്ന് ഒരു കളിയിൽ 2.25 ദിവസേ നിൽക്കുന്നുള്ളൂ. 2.25 ദിവസം. അത് കഴിഞ്ഞപ്പോൾ കണ്ട ചന്ദ്രൻ അവിടെ നിന്ന് ഇപ്പുറത്ത് 14 17 വ്യത്യാസം ഇങ്ങോട്ട് മാറി വന്നു. അങ്ങനെയാണ് വ്യത്യാസം വരെ. അതേ സമയത്ത് ശനിയാണെന്നൊരു 2.5 വർഷം നിൽക്കും. അതായത് ഒരു ടോട്ടൽ ഒരു രാശിചക്രം എന്ന് 12 കളിയിൽ 2.5 വർഷം വെച്ചിട്ട് 30 വർഷമാണ് ഈ ഇത് നിൽക്കുന്നത്. അതേസമയം വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ 361 ഡേയ്സ്. അപ്പൊ അത് ഏകദേശം 1 വർഷമായിട്ട് കണക്കാക്കാം. അങ്ങനെ 12 വർഷമാണ് ഉള്ളത് ഒരു ചക്രം പൂർത്തിയാക്കാൻ. അതേമാതിരി നമ്മുടെ നോക്കിയ രാഹുവും കേതു എപ്പോഴും ഇതിന് നേരെ വിപരീതമായിട്ട് ആന്റി ക്ലോക്ക് വൈസ്. ബാക്കി എല്ലാ ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസ് കിടക്കുമ്പോൾ രാഹുവും കേതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എന്താ പറ്റുന്നത്? അത് അതിന്റെ ഓപ്പോസിറ്റ് സഞ്ചരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഈ ഗ്രഹണം നടക്കുന്നത്, ഈ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പം ഇപ്പൊ പറഞ്ഞില്ല, ചന്ദ്രഗ്രഹണം താഴെ ശിഖി നിൽക്കുന്നു. അപ്പം ശിഖിയുടെ അവിടെ കണ്ട ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം ഈ
ഇതിപ്പം നാസയുടെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സോളാർ എക്ലിപ്സ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൽ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ ദ മൂൺ പാസസ് ത്രൂ, പിന്നെ ദ സോളാർ എക്ലിപ്സ് ഹാപ്പൻ വെൻ ദ മൂൺ പാസസ് എർത്ത് ആൻഡ് സൺ ക്രിയേറ്റിംഗ് എ ഷാഡോ ആൻഡ് പിന്നെ ഒരു സൺലൈറ്റ് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. അപ്പോഴും ഈ രാഹു കേതുവിനെ പറ്റി അവിടെ പറയുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ചോദിച്ച് നാസയിൽ ആരെങ്കിലും ഉണ്ടെന്നൊരു വിവരമുള്ള ആരെങ്കിലും ഒന്ന് ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഈ രാഹുവിനെ കേതുവിനെ പറ്റി പറയുന്നില്ല, അല്ലെന്നൊരു എന്താണ് ഈ സംഭവം? കാരണം 10,000 വർഷം മുമ്പ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ അസ്ട്രോളജിയിൽ. അപ്പം അതെന്താ അവരിന്ന് ഈ ഇത്ര ഈ നമ്മളെ ഈ ടെലസ്കോപ്പും കുന്തവും കുറച്ചൊക്കെ ഒന്നും വന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതാണ് മനുഷ്യന്റെ വേറൊരു ബുദ്ധി കാര്യങ്ങൾ. ഇപ്പം അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാണ്ട് പോട്ടെ. അപ്പം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഈ രാഹുവും കേതുവാണ് ഗ്രഹണം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് രാഹുവിൻ്റെയും കേതുവിൻ്റെയും, നിങ്ങൾ കണ്ടിരിക്കേണ്ട എങ്ങനെ രാഹുവും കേതുവിൻ്റെ ഈ ഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ചെറിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വേണമെന്നൊരു അടിച്ചു നോക്കി കഴിഞ്ഞാൽ, അല്ല ഞാൻ ഇതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം, അപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതേമാതിരി നമ്മുടെ ഒരു 2 പ്രഡിഷൻ 2 ആൾക്കാരെ പെട്ട് സ്റ്റാർ ചെയ്തേക്കുന്ന 2 പേരുടെ അതും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരാളെ ഒരു കരയുന്ന ഒരു ലൈവാണ്, അത് പൊട്ടിക്കരഞ്ഞ അവരുടെ ആയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഒരാളെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി രണ്ടാമതൊരു വീഡിയോ ഇതേമാതിരി തന്നെ വേറൊരാളെ, ആ പുള്ളിയുടെ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലിയിലെല്ലാം ക്യാൻസർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനന്ന് അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചാൽ ഇത് ലൈവ് ഇട്ടാൽ കുഴപ്പമുണ്ട്, അപ്പോൾ ഇല്ല ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പുള്ളിയുടെ ഫാമിലിയിലായിട്ട് പല പ്രശ്നങ്ങളും. പുള്ളി അപ്പം വേറെ എന്തോ സ്റ്റാറാണ് പുള്ളിയുടെ എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഇത്രയും വർഷമായിട്ട് പുള്ളിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ A പുള്ളിക്ക് എന്നിട്ട് പറയാം ഞാൻ ഇത്ര നാളെ എനിക്ക് പൂജ ചെയ്ത് അമ്പലത്തിൽ നേർച്ച ചെയ്തത് ഈ വേറൊരു സ്റ്റാറിന് വേണ്ടിയാണ്. അയ്യോ ഇത് സാറേ ഈ സ്റ്റാറാണ്, അയ്യോ ഞാൻ ഇത്ര നാളും ജീവിച്ചത് എന്താണെന്നുള്ള രീതിയിൽ പുള്ളി ആ പാടെ ധരിച്ചിരിക്കും. അപ്പം പുള്ളിയോട് എല്ലാം ചോദിച്ച A കാര്യങ്ങൾ കറക്റ്റ്. അപ്പം നിങ്ങൾ അതും വീഡിയോ പക്ഷേ 1 മണിക്കൂറോളുണ്ട്, മൊത്തം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ അപ്പം നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കുന്നത് ഈ സാധാരണ ജ്യോതിഷന്മാരോ ആസ്ട്രോളജി പറയുന്ന മാതിരിയല്ല നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്നെ കൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്ട് ഈസ് മൈ പൊട്ടൻഷ്യൽ അല്ല എങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് കൂടാതെ ഇപ്പം വേറൊരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പാദങ്ങൾ. അതായത് ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നോക്കിയ ആദ്യത്തേത് 0 to 30, അതായത് ആദ്യത്തെ ഒരു കോളം, അതായത് 30 ഡിഗ്രി, അടുത്ത 30 to 60 ഡിഗ്രി എന്ന് എഴുതിയേക്കും. പിന്നെ അങ്ങനെ ഡിഗ്രി പോകുന്നത്. അപ്പം 60 അത് കഴിഞ്ഞ് 90, 120 അങ്ങനെ പോകും. അപ്പോൾ ഈ 30 ഡിഗ്രി ഡിവൈഡ് ബൈ 9 അടിച്ചു കഴിഞ്ഞാൽ എത്രയായി? 2 പോയിന്റ് സംതിങ് ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് അപ്പം ഈ ഡിവിഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അശ്വതി ആദ്യത്തെ ഇതിനകത്ത് നോക്കിയാൽ അശ്വതി, ഭരണി, കാർത്തിക. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്റ്റാർ ഉണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക. അപ്പം 9 പാദങ്ങൾ. അപ്പോൾ അതിനകത്ത് അശ്വതിക്ക് 4 പാദം. അപ്പോൾ പാദം 1, 2, 3, 4. അപ്പോൾ ഈ ഇതിനെ ഡിവൈഡ് ബൈ 30 ഡിവൈഡ് ബൈ 9 അടിച്ചു കഴിഞ്ഞാൽ 9 പാദങ്ങളാ ഒരു ഇതിനകത്തുള്ളതെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ പാദം ഇത്ര മണിക്കൂർ, രണ്ടാമത്തെ പാദം ഇത്ര മണിക്കൂർ, മൂന്നാമത്തെ പാദം ഇത്ര മണിക്കൂർ. അപ്പോൾ അത് ഡിഗ്രിയിലാണ് പോകുന്നത്. ഇത്ര ഡിഗ്രി, അതായത് അക്ഷാംശം, രേഖാംശം, അങ്ങനെ ഡിഗ്രി അനുസരിച്ച് മാറിയാണ് പോകുന്നത്. പിന്നെ അതാണ് പാദം. അപ്പോൾ അതിനകത്ത് ഇനി ഡൗട്ട് ഉണ്ടെന്ന് ഒരു ഡൗട്ട് കാണുകയെന്ന് തോന്നുന്നു. അപ്പോൾ അതേമാതിരി അശ്വതി, ഭരണി, കാർത്തിക ഒന്നുകൂടെ പറഞ്ഞുതരാം. കാർത്തിക ഉണ്ടോ? കാർത്തിക അതുകൊണ്ട് ഇത് ടോട്ടൽ ഒരു ഇതിനകത്ത് 4 പാദമുള്ള 4, 4, 8. അടുത്തുണ്ട് കാർത്തികളെ ഒരു പാദം ഇപ്പുറത്തെ. അടുത്തതിനകത്ത് നോക്കിയാൽ കാർത്തിക 3/4, രോഹിണി മകയിലും അങ്ങനെ പോകുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് പാദങ്ങളെല്ലാം എഴുതിയിട്ട് അപ്പോൾ ഇങ്ങനെ 4 പാദം വെച്ചിട്ട് പോന്നു. പിന്നെ ലഗ്നം എന്താണെന്ന്, ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നു, ഭൂമിയിൽ ജനിക്കുന്നു. അപ്പോൾ ഭൂമി ജനിക്കുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഒരു റേഡിയേഷനിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ മേളിൽ ഒരു സ്റ്റാറുണ്ട്. ആ സ്റ്റാറിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പം ആ സ്റ്റാറ് അതാണ് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ വിധി എന്ന് പറയുന്ന സംഭവങ്ങൾ. വിധി മതി ഗതി 3 സംഭവം ഉണ്ട്. എന്നാലും വിധി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് കരച്ചിലെന്ന് പറഞ്ഞാൽ അത് ലഗ്നം. നമുക്ക് ആദ്യത്തെ പ്രാണവായു എടുക്കുന്ന ലഗ്നം. അപ്പം 3 ഇതായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ചന്ദ്രൻ എന്ന് പറഞ്ഞ അമ്മ, സൂര്യൻ എന്ന് പറഞ്ഞ അച്ഛൻ, ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. ഒന്നുകൂടെ നോക്കിയാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് ക്രിസ്ത്യാനിറ്റി പറയുന്ന ഇത് തന്നെയാണ് ഈ സംഭവം.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അന്നേരം ഇതിന് ഇപ്പം സൂര്യൻ എന്ന് പറഞ്ഞ അച്ഛനെയാണ് സൂചിപ്പിക്കുന്നത്, ചന്ദ്രൻ എന്ന് പറഞ്ഞ അമ്മയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളാത്മാവ്, നമ്മളെന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒരു ലഗ്നം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു ലഗ്നം മാത്രം ഉണ്ടെന്ന് വരില്ല. ഈ ലഗ്നത്തിൽ നിന്ന് നിങ്ങളെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെന്ന് വരില്ല. നമുക്ക് നിങ്ങളെ A to Z കാര്യങ്ങൾ അത്യാവശ്യം 90% കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇതിനകത്തൂടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 കാര്യം, ഞാൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട. അങ്ങനെ ഏതായിരിക്കും ലഗ്നം കിട്ടിയാലും എനിക്ക് മതി, ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസം വന്നാലും അത്യാവശ്യ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് അറിയാൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് അനലൈസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അല്ലെ കുട്ടികളെ അവരുടെ ആയാലും ഒരു വെച്ചിട്ടോ അങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ നമുക്ക് ഇത് ലഗ്നം വെച്ചിട്ട് അല്ലെന്നൊരു ബാക്കി കാര്യങ്ങൾ സ്റ്റാർ മൊത്തം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അറിയുന്നുണ്ടെന്നൊരു നിങ്ങളുടെ മൂത്ത കുട്ടി, നിങ്ങളുടെ ഇളയ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അതായത് ആദ്യത്തെ കുട്ടി 5 നിൽക്കുന്നു, രണ്ടാമത്തെ കുട്ടി നമ്മൾ 7ാമത്തെ കള്ളി, മൂന്നാമത്തെ കുട്ടി അത് 9ാമത്തെ കള്ളി, അതേമാതിരി അമ്മയുടെ കോളം 4, പിന്നെ അച്ഛൻ്റെ കോളം 9, പിന്നെ അങ്ങനെ ഓരോ 10ാമത്തെ കോളം അമ്മായിയമ്മയുടെ, 7ാമത്തെ കോളം ഭാര്യ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ലഗ്നം മുതലാണ് എണ്ണുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും പറ്റി. അതേമാതിരി ആദ്യത്തെ ഭാര്യ 7, രണ്ടാമത്തെ ഭാര്യ 9, മൂന്നാമത്തെ ഭാര്യ ഉണ്ടെന്ന് വരില്ല 11. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതിനകത്ത് ഒരു ശുക്രൻ ശനിയുമായിട്ട് പാസ് ചെയ്യുന്നത് ലവ് അഫെയർ അല്ലെന്ന് വരില്ല. നമ്മുടെ രാഹു നിൽക്കുന്ന കഴിഞ്ഞാൽ ശുക്രൻ നിൽക്കുന്നത്, ശനിയും കൂടെ നിൽക്കുന്നത്, എന്തെങ്കിലും അല്ലാതുള്ള ഈ ഒരു ഇതിനകത്ത് പ്രണയബന്ധത്തിലാകപ്പെടുന്നതോ അല്ലെങ്കിൽ ഇത് മാറിപ്പോകുന്നു. അങ്ങനെ ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ഗ്രഹമാണ്, പ്രണയത്തിൻ്റെ കൂടെ. അപ്പം ശുക്രൻ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി, ആഡംബരം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ഗ്രഹങ്ങളെ പറ്റി ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ സബ്ജക്റ്റ് ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയായിട്ടുള്ള റെഗുലറായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്ന് ഇതിൻ്റെ താഴെ ലിങ്കുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും സ്റ്റാറോ കാര്യങ്ങളോ നോക്കുകയോ എടുക്കുകയോ വേണമെന്ന് വരില്ല, നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ബാക്കി കാര്യങ്ങൾ അയക്കുക. പിന്നെ മാരേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ടൈം കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിത്തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അത് വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിപ്പം അപ്പം ലഗ്നം മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് വേറൊരു ഒരു കൊടുക്കുന്നുണ്ട്. ഈ നിങ്ങളിത് അറിഞ്ഞിരിക്കും, ഒരു ചാർട്ടോട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നോക്കിയേ, ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30-ാം തീയതി, അതായത് സൂര്യഗ്രഹണം നടക്കുന്നു. ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഈ 30-ാം തീയതി ഈ സംഭവിക്കാനുള്ള മീൻസ് ഈ 30-ന് വരാനേ ഇരിക്കുന്നേ ഉള്ളല്ലോ. 29-നാണ് ശനിമാറ്റം, മഹാശനിമാറ്റം എന്നാണ്. ആ 30 എന്ന് പറയുമ്പോഴത്തേന് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചാർട്ടും മറ്റേതും കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അതിനകത്ത് ഇപ്പം എന്തൊക്കെ ഒരു വ്യത്യാസം ചെറുതായിട്ട് വന്നേക്കുന്നത് ഇപ്പം കണ്ടോ. ഏറ്റവും താഴെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡ് താഴെയായിട്ട് കിടക്കുന്നത് ലാന്ന് കിടക്കുന്നു, പിന്നെ ശീന്ന് കിടക്കുന്നു, പിന്നെ അപ്പുറത്ത് കണ്ടോ ഓപ്പോസിറ്റായിട്ട് രാ കിടക്കുന്നു, ഭൂ കിടക്കുന്നു, ഉണ്ടോ, ഷൂ, മാ, സ എന്നൊക്കെ കിടക്കുന്നു. അപ്പം ആദ്യം പറഞ്ഞുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ കണ്ടോ, ഈ ഒരു സമയത്ത് ജനിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ, തോളത്ത് അല്ലെന്ന രീതിയിൽ ആ കൈയുടെ തോളത്തോ അല്ലെന്നൊരു ഈ താടിയുടെ അടിയിൽ കഴുത്തിന് നെഞ്ചിന് ഇടയ്ക്കുമായിട്ട് കറുത്ത പുള്ളികളോ മാർക്കോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണും. 100% നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേമാതിരി രണ്ടാമത്തെ ചാർട്ടിനകത്തുള്ളതിനാണേലും ഉറപ്പായിട്ട് നെഞ്ചത്ത് ഇതേമാതിരി നെഞ്ചത്തോ പുറത്തോ കറുത്ത മാർക്കോ പുള്ളിയോ ഉണ്ടായിരിക്കും 100%. അപ്പം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതാണ് കാര്യങ്ങൾ. അപ്പം ഇപ്പം ഇത് പറഞ്ഞല്ലേ, ഇപ്പം ഈ നമ്മുടെ ഈ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനും കാലസർപ്പരോഗമുണ്ട്. കാരണം അവിടെ നിൽക്കുന്നു, ഓപ്പോസിറ്റ് രാബു ഇതെല്ലാം നിൽക്കുന്നു. അപ്പം ഇതിനെപ്പറ്റി ഏകദേശം നിങ്ങൾക്കൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്നതുമായിട്ടും അല്ലെങ്കിൽ ശനി മാറുന്നതിനുമായിട്ട് കുറച്ച് ഭൂമിയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയേക്കാം. ഇതിനകത്ത് മേളത്തെ കളി നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കിയേ. രാന്ന് കിടക്കുന്നത്, രാന്ന് പറഞ്ഞാൽ രവി, സൂര്യന്. ഭൂന്ന് കിടക്കുന്നത് ബുധന്, പിന്നെ ശൂന്ന് കിടക്കുന്നത് ശുക്രന്, പിന്നെ സാന്ന് കിടക്കുന്നത് സർപ്പം എന്ന് പറഞ്ഞാൽ രാഹു, പിന്നെ മാന്ന് കിടക്കുന്നു അത് മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി.
അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളാണ് ഒരു കള്ളിയിൽ നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ശിഹി എന്ന് പറഞ്ഞ് നിൽക്കുന്നു, അത് കേതു എന്ന് പറയും. പിന്നെ ലഗ്നം അതിനകത്ത്, അതുകൊണ്ട് ഇതിൽ നിൽക്കുന്ന ഇവർക്ക് കാളസർപ്പയോഗമുണ്ട്. പിന്നെ സപ്പോസ് ഇവർക്ക് 7 ചൊവ്വായ ഓപ്പോസിറ്റ് തന്നെ, അത് ചൊവ്വാദോഷവും കൂടെ വന്നേനെ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പോൾ ചൊവ്വ വേറെ കോളത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയും. ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഭൂമിയിൽ ഈ കാളസർപ്പയോഗം അല്ലെന്ന് ഈ ഒരു മാറ്റം വരുമ്പോഴത്തേന് ഇപ്പം വിഷമദ്യം അല്ലെന്ന് വരില്ല, കപട സ്നേഹം ശുക്രനും കാര്യങ്ങളും കൂടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ അത് കൂടാതെ രാഹുവും ശുക്രനാണ് പ്രണയബന്ധത്തിലാണ്, കപട പ്രണയത്തിലാകപ്പെടുക, പിന്നെ അല്ല സെക്സ് റാക്കറ്റിലാകപ്പെടുക, പിന്നെ ആൾക്കാർക്ക് എളുപ്പമുള്ള മനം മാറ്റം, കൊട്ടേഷന്, പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ ചന്ദ്രൻ നിൽക്കുന്നത്, ചന്ദ്രൻ കൂടെ നിൽക്കുമ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ട തിരകളെ, കടലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓളം അടിക്കുക. രാഹു പ്ലസ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ കടലിൽ വെള്ളം അടിച്ചിട്ട് കെമിക്കലാണ്. രാഹു എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. അപ്പോൾ കെമിക്കൽ പിന്നെ ബുധൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, അതും ഒരു കള്ളിയില്ല. അപ്പോൾ കാറ്റടിച്ച് ഷിപ്പ് മറിഞ്ഞ് അടുത്ത ഇങ്ങനെ അപകടം ഉണ്ടാകാനും തീ പിടിക്കാനും, അവിടെ സൂര്യൻ ഇപ്പോൾ ഉണ്ട്, തീ പിടിക്കാനും, അതേപോലെ ഈ ഭൂമിയിൽ ബോംബ് പൊട്ടാനും ഇപ്പം ഇതിൻ്റെ റേഡിയേഷനുള്ള പല സ്ഥലത്ത് ബോംബ് പൊട്ടാനും എടുക്കാനും ഉള്ള പ്രശ്നങ്ങൾ. അതേമാതിരി ബുധനുണ്ട്. ബുധൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, കമ്മ്യൂണിക്കേഷന്, അങ്ങനെയുള്ള അതുമായിട്ട് എന്താ പറയുക, മീഡിയ ത്രൂ ഉള്ള പലതായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രിന്റിങ് മീഡിയ, പിന്നെ ന്യൂസ് പേപ്പർ, ചാനലൊക്കെ കത്തി നിൽക്കും. ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പം ഇനി പറയാൻ പോകുന്നത്. അതുപോലെ രാഷ്ട്രീയക്കാരെന്ന സൂര്യൻ രാഷ്ട്രീയക്കാര്, ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കമ്പനിയുടെ മാനേജേഴ്സ്, ഓണേഴ്സ്, പോലീസിലെ വലിയ പിന്നെ അതേമാതിരി പ്രസിഡന്റ് പദവിയിലുള്ള വലിയ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വലിയ പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം, സ്ഥാനഭ്രംശം, അത് പോസിറ്റീവോ നെഗറ്റീവോ നോക്കണം. ഓരോ ആൾക്കാർ അവരുടെ ടൈമിൽ വേറെ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനനുസരിച്ച് സ്ഥാനഭ്രംശം അല്ലെന്ന് ഇപ്പം ചില ഗ്രഹങ്ങൾ വേറെ മാന്ദ്യോ കാര്യങ്ങൾ നിൽക്കുക, ചിലപ്പോൾ മരണപ്പെടുക, അങ്ങനെ 8ൽ മാന്ദ്യം നിന്നാലേ. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കാം. അതേമാതിരി ഗവൺമെൻറ് ഡോക്യുമെൻറ്റുമായിട്ടുള്ള പ്രശ്നം, ഈ ഏറ്റവും ഇല്ലാത്ത ചാർട്ട് വെച്ചിട്ട് 100% ഗവൺമെൻറ്റുമായിട്ടുള്ള പല സ്ഥലത്തും ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നം, ഡോക്യുമെൻറ്റുമായിട്ടുള്ള പ്രശ്നം, രാഷ്ട്രീയക്കാരുടെ അവരുടെ ഉദ്ദേശ ശുദ്ധി എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പറയുന്നത്. അതേമാതിരി ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലർക്ക് അംഗീകാരം, പദവികളെ അങ്ങനെയൊക്കെ കിട്ടാനും, പിന്നെ അവിടെ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് പലരും ശനിയോടെ നിൽക്കുന്നതുകൊണ്ട് പല പ്രണയബന്ധത്തിൽ അകപ്പെടാനും അല്ലെന്ന് വരിക. ആ ഒരു പിന്നെ രാഹുവുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഫീൽഡിലുള്ളവർക്ക് എന്താ പറയുന്നത്, ചടുലമായിട്ടുള്ള പ്രണയം അല്ലെന്ന് ഒരു മുമ്പേ പറഞ്ഞ മാതിരി ഈ സെക്സ് റാക്കറ്റ് അകപ്പെടാനോ, അങ്ങനെ കുടിലത, അങ്ങനെ ഒരുപാട് ഈ ഒരു എത്ര ഒരു ചാർട്ട് നമുക്ക് ഒത്തിരി പറയാനുണ്ട്. പിന്നെ ആഡംബരം, പുതിയ പ്രണയബന്ധം, പിന്നെ രാഹുവും സൂര്യനും ഒരു കള്ളിതമാനിക്കുന്ന കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട പൊട്ടിത്തെറി, അഗ്നിപർവ്വത സ്ഫോടനം, പിന്നെ തിരകളൊക്കെ കടലിൽ ഇങ്ങനെ കപ്പലോ തിരയടിച്ചിട്ട് മറിഞ്ഞ് പെട്രോളിയം ഉൽപ്പന്നം കത്തുക, പിന്നെ ചന്ദ്രൻ മുതൽ കാറ്റ്, കടലിലെ കൊടുങ്കാറ്റ്, പിന്നെ സൂര്യൻ രാഹു ഇങ്ങനെ നിൽക്കുന്ന കടലിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കെമിക്കൽ സാധനങ്ങൾ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുക, ഇതിൻ്റെ റേഡിയേഷനുള്ള സ്ഥലത്ത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തുക, പിന്നെ രാഹു ബുധന്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രാഹു അപ്പോഴും കെമിക്കലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്കും ഡോക്ടേഴ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല, അത് ബുധനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡുമായിട്ട് സൂര്യൻ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട, മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ബുധൻ പ്ലസ് രാഹു, അങ്ങനെയുള്ളവർക്ക് നേഴ്സുമാർക്കൊക്കെ പൊതുവേ നല്ല സമയമാണ്, ഡോക്ടേഴ്സ്, നേഴ്സ്, പ്രത്യേകിച്ച് നേഴ്സുമാർക്ക്. അപ്പം ഇങ്ങനെ ഒക്കെയാണ് ഇതേപ്പറ്റി ഏകദേശം ഒന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി നിങ്ങളുടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നിങ്ങളായിട്ടുള്ള റിക്വയർമെൻ്റ് അനുസരിച്ച് ആസ് പെർ യുവർ റിക്വയർമെന്റ് വി വിൽ പോസ്റ്റ് ടു ദ അപ്ഡേറ്റർ. എന്തായാലും നല്ല രീതിയിൽ നിങ്ങളുടെ അതെന്താ അതിനകത്ത് നമുക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഞാൻ പിന്നെ വലിയ സ്ക്രിപ്റ്റും കാര്യമൊന്നും വെച്ചിട്ടോ നമ്മളല്ലെങ്കിൽ നോക്കി വലിയ വായിക്കുക എടുക്കുക എന്നുള്ളതല്ല. ജസ്റ്റ് നമ്മൾ ഇത് ഇത്ര നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് അപ്പം അത്യാവശ്യം ബേസിക്കായിട്ട്, പിന്നെ പലരും ചെയ്യാറുണ്ട് പല കാര്യങ്ങളും, അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എന്തൊക്കെ എവിടെ നിന്ന് നോക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കേട്ടിട്ട് പറയുന്ന മാതിരിയല്ല. നിങ്ങൾ നോക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞ 2
ഇത് കൊടുത്തേക്കുന്ന നിങ്ങളത് കേട്ടു നോക്കുക. 2 ലിങ്ക്, അതായത് ഒരു ഫാമിലിയിലെ ക്യാൻസർ പേഷ്യൻറ്റിന് പറഞ്ഞ അവരുടെ ഒരു ലിങ്ക് എന്താണെന്നും അത് പിന്നെ നോക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ അനലൈസ് ചെയ്യുന്നത്, വെറും 10 മിനിറ്റിൽ ഒരുത്തന്നെ ബഹ്റൈനിൽ നിന്ന് വിളിച്ചു അവൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക, എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, ആമ എലിജിബിൾ ഓർണോ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മളൊരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരെ പറ്റി, ആരെ പറ്റിയായാലും. അപ്പം അത് പോലീസ്, പട്ടാളം, ഏത് തലപ്പത്തിരിക്കുന്നവരാട്ടെ, ഏറ്റവും താഴെ ഇരിക്കുന്നവരാട്ടെ. പക്ഷെ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ മാതിരി 5-6 ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് ആൾക്കാരെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോപ്പർട്ടിക്ക് പ്രശ്നമുണ്ടോ, ഡോക്യുമെൻറ്റുമായിട്ട് പ്രശ്നമുണ്ടോ, അല്ലാതെ അതെങ്ങനെ ആയിരിക്കും, അല്ല കല്യാണം നടക്കാം, നിങ്ങൾക്ക് അതേമാതിരി ആർക്കെങ്കിലും കല്യാണത്തിൻ്റെ ഇതിൻ്റെ നോക്കണോ, ടൈം നോക്കണോ, എടുക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്ന രീതിയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കാര്യങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണമോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രവേശമോ വേറെയുള്ള സംഭവങ്ങളോ നിങ്ങളുടെ സ്റ്റാറോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അതേമാതിരി ആരെങ്കിലും ജാതകം നോക്കോ എടുക്കോ എന്തുകൊണ്ടെന്ന് ഇവിടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ള. അതിൻ്റെ ഫീസ് കാര്യങ്ങളുണ്ട്, അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത്യാവശ്യം എന്തായാലും കോൺടാക്ട് ചെയ്തു നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന രീതിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതാണ് പറയാനുള്ളത്. ബാക്കി അത് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അല്ല നിങ്ങളിപ്പോൾ ഇതിനകത്തിപ്പം ഇതെല്ലാം കൂടെ നോക്കാൻ നമ്മൾ ഒറ്റയാൾപ്പെട്ടുള്ള, കാരണം ഇതെല്ലാം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ എല്ലാം. ഞാനൊരു ബേസിക്കലി ആയ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാം കൂടെ ചെയ്താൽ എന്നെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഐ ആം സർപ്രൈസിങ് ആൻഡ് വണ്ടറിങ് ഹൗ ഐ മാനേജ് ദിസ് എന്നുള്ള പറഞ്ഞാൽ എൻ്റെ ഒരു കിട്ടുന്ന സർക്കസ് പോലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇഷ്ടമായെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.